ഒരു മനുഷ്യനിക്ക് സമാധാനം പണം കൊടുത്താൽ അവനിക്ക് ലഭിക്കുകയുമില്ല. നമ്മൾ മനസ്സിലാക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അത് ഒരുപാട് സമ്പത്ത് ഉണ്ടാകുമ്പോഴാണ്. നല്ല ഒരു വലിയ കൊട്ടാര സമാനമായ വീടിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നല്ല വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമാധാനമുണ്ടാകുന്നത് എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. ഇല്ല, അത് ഒരിക്കലും ശരിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനം, നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഇതെല്ലാം നമുക്ക് നൽകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതിൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുക. ആ പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ കരങ്ങളുയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ്. നമ്മുടെ വിഷമങ്ങളും നമ്മുടെ സന്തോഷവും പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ ഏറ്റു പറയുന്നൊരു ജീവിതമാണ് നമ്മുടേത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറുതി തരുമെന്നത് 100% നമുക്ക് ഉറപ്പാണ്. നമുക്ക് സങ്കടമുണ്ടാകുമ്പോൾ മാത്രം അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കരങ്ങൾ ഉയർത്തരുത്. നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നത് നമുക്ക് സങ്കടമുണ്ടാകുമ്പോഴാണ്. അപ്പോൾ മാത്രമല്ല നമ്മുടെ സന്തോഷവും പടച്ച തമ്പുരാനോട് പറയണം. നമ്മൾ പറയും, പടച്ചോനെ എനിക്ക് കടമുണ്ടായി, എനിക്കത് വീട്ടിൽ തരണേ എന്ന് നമ്മൾ പറയും. പടച്ചോനെ എൻ്റെ വേദനകളാണ്, വല്ലാത്ത പ്രയാസങ്ങളാണ്, എൻ്റെ പ്രയാസങ്ങളെല്ലാം നീ എനിക്ക് മാറ്റിത്തരണേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാൻ എന്നത് മാത്രം പോരല്ലോ. അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമുക്ക് സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ, പടച്ച റബ്ബേ നീ എനിക്ക് സന്തോഷം തന്നിട്ടുണ്ടല്ലോ, ഈ സന്തോഷത്തിൽ ഞാൻ നിനക്ക് ശുക്ർ ചെയ്യുന്നുണ്ട് അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ സന്തോഷങ്ങളിലും നമ്മൾ അല്ലാഹുവിനെ അറിയണം, നമ്മുടെ സങ്കടങ്ങളിലും നാം അല്ലാഹുവിനെ അറിയേണ്ടതുണ്ട്. സങ്കടത്തിൽ മാത്രം അല്ലാഹുവിനെ ദുആ ചെയ്യുന്ന ആളുകൾ ഇതല്ല വേണ്ടത്. നമുക്ക് സന്തോഷമുണ്ടാകുമ്പോഴും നമുക്ക് സങ്കടങ്ങൾ വരുമ്പോഴും എല്ലാവിധ വിഷമങ്ങളിലും എൻ്റെ റബ്ബിനെ എനിക്കറിയാൻ കഴിയണം, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്കറിയാൻ കഴിയണം. ആ അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദുആ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതാണ് സമാധാനമുള്ളൊരു ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ നല്ല പ്രവർത്തനങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, നമ്മൾ അല്ലാഹുവിൻ്റെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് കനിഞ്ഞുകൊണ്ട് ഏകനായ അല്ലാഹു നമുക്ക് തരുന്ന ഒരു സുഖമുണ്ട്. ഈ വല്ലാത്തൊരു സുഖമുണ്ട്, വല്ലാത്തൊരു സൗന്ദര്യമുണ്ട് ജീവിതത്തിൽ. ഈ സൗന്ദര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന റഹ്മത്ത്, അല്ലാഹു നമുക്ക് നൽകുന്ന സമാധാനം, അല്ലാഹു നമുക്ക് നൽകുന്ന സന്തോഷം, കുടുംബജീവിതത്തിലുള്ള സന്തോഷം. മനസ്സിലായില്ലേ? അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോൾ അല്ലേ, അത് നമ്മുടെ മക്കളിലുണ്ടാകും, നമ്മുടെ സമ്പത്തിലുണ്ടാകും, നമ്മുടെ ജീവിതത്തിലുണ്ടാകും, എല്ലാ കാര്യത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷ മേഖലയിലും നമുക്കത് കാണാൻ കഴിയും. നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് 5 വഖത്ത് നമസ്കാരത്തിൻ്റെ ശേഷം തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ നമ്മൾ കരങ്ങൾ ഉയർത്തി റബ്ബേ, സന്തോഷം കിട്ടിയാൽ ആ സന്തോഷം പറയാൻ കഴിയണം, സങ്കടം കിട്ടിയാൽ ആ സങ്കടവും നമുക്ക് പറയാൻ കഴിയണം. അല്ലാഹുവേ പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് നന്മ ചിന്തിക്കാനും പറയാനും തൗഫീക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചോനെ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അത് വളരെ റാഹത്താണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നന്മ ലഭിക്കണം, നമുക്ക് നല്ലത് പറയണം, നമ്മൾ നല്ലത് കേൾക്കണം, നമ്മൾ നല്ലത് ചിന്തിക്കണം. നമ്മൾ അല്ലാഹുവേ നീ അതിന് തൗഫീഖ് നൽകണേ അല്ലാ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ സ്വയം നമ്മുടെ മനസ്സിനെ നല്ലവണ്ണം അല്ലാഹുവിലേക്ക് നമ്മളൊന്ന് പാകപ്പെടുത്തിയെടുക്കണം. രണ്ടാമത്തത് കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവണോ, നല്ല ഹൈറായൊരു കുടുംബജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണോ,
നിങ്ങൾക്ക് നല്ല ജീവിതം നിങ്ങൾക്ക് ലഭിക്കണോ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ 3 കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് നന്മ കണ്ടെത്താൻ കഴിയുന്നതാണ്. നമ്മൾ ഇന്നലെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ എന്ത് ചെയ്യും? നിസ്കരിക്കും, നമ്മൾ നോമ്പെടുക്കും, എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യും. പക്ഷേ ഈ സൽക്കർമ്മങ്ങളൊന്നും നമ്മുടെ മക്കളിൽ നമ്മൾ എന്ത് ചെയ്യില്ല? കണ്ടെത്താൻ കഴിയില്ല. ഒരു ഇൽമിൻ്റെ മജ്ലിസ്, സ്വലാത്തിൻ്റെ മജ്ലിസ് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മളങ്ങോട്ട് പോകും. ഒരു മജ്ലിസിനൂറിൻ്റെ മജ്ലിസ് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മളങ്ങോട്ട് പോകും. വഅലുണ്ട്, നമ്മളങ്ങോട്ട് പോകും. പള്ളിയിൽ ഒരുപാട് നന്മകളുള്ള മജ്ലിസുകൾ വെക്കും നാട്ടിലെ ഉസ്താദ്. പടച്ച തമ്പുരാനെ, എല്ലാവരും അങ്ങോട്ട് പോകുകയാണ്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കളെ നമ്മൾ കൊണ്ടുപോകാറുണ്ടോ? നമ്മുടെ പേരമക്കളെ നമ്മൾ കൊണ്ടുപോകാറുണ്ടോ? അവരും കൂടെ നമ്മൾ കൊണ്ടുപോയിട്ട് ആ നന്മയുടെ പക്ഷത്തേക്ക് നമുക്ക് ഇരുത്താൻ നമ്മൾക്ക് കഴിയുന്നുണ്ടോ? അതിൻ്റെ നമുക്ക് കഴിയില്ല, അല്ലേ? നമ്മളൊക്കെ നന്നാകും. അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം വേണ്ട എന്താണ്? നമ്മൾ നന്നാവാണ് വേണ്ടത്. സംഭവം അങ്ങനെ തന്നെയാണ്. വുളൂ ചെയ്യേണ്ട വെള്ളത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി. എന്താ പറയുക നിങ്ങൾക്ക്? അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് തൊഹൂറായ വെള്ളം എന്നാണ്. എന്താ പറഞ്ഞേ? തൊഹൂറായ വെള്ളം. 2 രീതിക്കാണ് വെള്ളമുള്ളത്, അല്ലേ? ഒന്ന് ത്വാഹിറായ വെള്ളം, ഒന്ന് തൊഹൂറായ വെള്ളം. തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുകയും ചെയ്യും. ഇതാണ് തൊഹൂറായ വെള്ളം. ത്വാഹിറെന്ന് പറഞ്ഞാൽ അതിന് സ്വയം ശുദ്ധിയുണ്ട്, പക്ഷേ മറ്റൊരു വസ്തുവിന് അതിന് ശുദ്ധിയാക്കാൻ കഴിയുന്നതല്ല, അല്ലേ? അപ്പോൾ സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയില്ല. നമ്മൾ കുടിക്കുന്ന ചായ, നമ്മൾ കുടിക്കുന്ന ജ്യൂസ്, നമ്മൾ കുടിക്കുന്ന മറ്റു പാനീയങ്ങൾ, അല്ലേ? ഇതൊക്കെ ത്വാഹിർ. തൊഹൂർ നല്ല പച്ചവെള്ളം, നല്ല ചുടുവെള്ളം. ഇതിന് സ്വയം ശുദ്ധിയുണ്ട്, അതിക്കൊന്നും കലർന്നിട്ടില്ലെങ്കിൽ സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുകയും ചെയ്യും. നമ്മൾ ത്വാഹിറാകണം, അതോ തൊഹൂറാകണോ? നമ്മൾ ആകേണ്ടത്, എൻ്റെ പ്രിയമുള്ളവരെ, തൊഹൂറായ വെള്ളം പോലെയാണ്. വുളൂ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത് നിങ്ങൾ തൊഹൂറായ വെള്ളത്തെ നിങ്ങൾ എടുക്കണേ എന്നാണ്. സ്വയം ശുദ്ധിയുണ്ടെങ്കിലേ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുകയുള്ളൂ. മനസ്സിലാക്കണം, നമ്മൾ അതിന് സ്വയം ശുദ്ധിയുമുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുമുണ്ട്. അതേപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വയം ശുദ്ധമാകാൻ കഴിയണം. ആദ്യം നമ്മൾ സ്വയം ശുദ്ധമാകണം. എന്നിട്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെ, നമ്മുടെ മക്കളെ, നമ്മുടെ പേരമക്കൾക്ക് മുമ്പിൽ നന്മകളെ നമുക്ക് വിതറിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാവിധ വിഷമങ്ങളിൽ ഞങ്ങളെ കുടുംബത്തെ നീ കാക്കണേ അല്ലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നമ്മൾ സ്വയം ശുദ്ധിയായതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു 3 കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പേരമക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഹുബ്ബുൻ നബിയ്യിക്കും, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഏറ്റവും വലിയൊരു സ്നേഹം നമ്മൾ നിലനിർത്തണം. റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, എൻ്റെ റസൂലുള്ളാഹിയോടുള്ള സ്നേഹം എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ എഴുത്തിലുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, എൻ്റെ വാക്കുകളിലൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹപ്രകടനം അവിടുത്തെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കലാണ്. ഇതാണ് റസൂലുള്ളാഹിനോടുള്ള സ്നേഹം. ഇന്ന് നമ്മുടെ മക്കൾക്കൊരു കളിക്കാരനോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പല ആളുകളും പല മക്കളും ചെയ്യും, അവരുടെ മൊബൈലിൻ്റെ സ്ക്രീന് തുറന്നു കഴിഞ്ഞാൽ അല്ലേ മെസ്സിൻ്റെ ഫോട്ടോ ഉണ്ടാകും, നെയ്മറിൻ്റെ ഫോട്ടോ ഉണ്ടാകും, റൊണാൾഡോൻ്റെ ഫോട്ടോ ഉണ്ടാകും, അല്ലേ എല്ലാ കളിക്കാരുടെ ഫോട്ടോ. ഇനി സിനിമാ നടന്മാരുടെ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും ഇവൻ്റെയൊക്കെ ഫോട്ടോ സ്ക്രീനിൽ വെക്കും. ചില ആളുകൾ പൗച്ച് വരെ, അല്ലേ, നമ്മുടെ മൊബൈലിന് ഇടുന്ന കവറ് വരെ അവരുടെ ജേഴ്സിയും അവരുടെ ഫോട്ടോകളും അവരുടെ അവരുടെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ വെച്ചിട്ടുണ്ടാകും, അല്ലേ? ഇങ്ങനെ ജീവിക്കും. ഇനിയോ മുടിയും അവരെങ്ങനെയാണ് വെട്ടിയത് അതുപോലെ വെട്ടും, അല്ലേ?
അവരെങ്ങനെയാണോ ഡ്രസ്സ് ധരിക്കുന്നത് അതുപോലത്തെ ഡ്രസ്സ് ധരിക്കും. ഇത് അവരോടുള്ളൊരു സ്നേഹം, അവരോടുള്ള ആരാധനയാണ് അല്ലേ, ഒരു ആദരവ് കാണിക്കുക, അവരോടുള്ളൊരു അവരെ പിൻപറ്റുന്ന രീതി അല്ലേ, ഇതാണല്ലോ. ഇതുപോലെ റസൂലുള്ളാഹിനെ പിൻപറ്റാനുള്ള മനസ്സ് നമ്മുടെ മക്കൾക്ക് വേണം. അത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലേ ഉണ്ടാവുള്ളൂ അല്ലേ. റസൂലുള്ളാഹി എങ്ങനെയാണ് നമ്മോട് വസ്ത്രം ധരിക്കാനും പറഞ്ഞിട്ടുള്ളത്, റസൂലുള്ളാഹി എങ്ങനെയാണ് നമ്മോട് ജീവിക്കാനും പറഞ്ഞിട്ടുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നമ്മോട് സമൂഹത്തിൽ നമ്മുടെ ഓരോ ചലനം വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ നമ്മുടെ മക്കൾക്ക് മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി പലതും പഠിപ്പിച്ചത് ജീവിതത്തിൽ പറഞ്ഞിട്ട് മാത്രമല്ലായിരുന്നു, റസൂലുള്ളാഹി ജീവിതത്തിൽ കാണിച്ചു കൊടുത്തിട്ടായിരുന്നു പല കാര്യങ്ങളും ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ, സ്വഹാബത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. റസൂലുള്ളാഹി പല കാര്യങ്ങളും ജീവിതത്തിൽ ഇങ്ങനെ പറയൽ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയായിരുന്നു. എൻ്റെ സ്വഹാബത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഇങ്ങനെ ആവണം എന്നത് മനസ്സിലാക്കണം നമ്മൾ. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വഹാബ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഒരു മലഞ്ചെരുവിലേക്ക് കടന്നു വന്ന റസൂലുള്ളാഹിയും സ്വഹാബത്തും, റസൂലുള്ളാഹി ചോദിക്കുന്നു, യാ സ്വഹാബ നമുക്ക് ഭക്ഷണം പാകം ചെയ്യണ്ടയോ സ്വഹാബ, നമുക്ക് ഭക്ഷണം വേണ്ടേ? അവിടുന്ന് പറയാണ്, സ്വഹാബത്ത് നബിയെ വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണം. എന്താ കയ്യിലുള്ളത്? പടച്ചോനെ ഭക്ഷണത്തിനുള്ള വസ്തുക്കളുണ്ട്, പക്ഷേ അതിന് വിറക് ശേഖരിക്കണം, അതിന് തീ ശേഖരിക്കണം, ഇതെല്ലാം വേണമല്ലോ. എന്നിട്ട് റസൂലുള്ളാഹി അവിടെ നിന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞെന്താ അറിയോ? എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകുക സ്വഹാബത്തേന്ന്. എന്നിട്ട് റസൂലുള്ളാഹിയും സ്വഹാബത്തും അതിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. മനസ്സിലാക്കണം നമ്മൾ, അതിന് വേണ്ടിയിട്ടങ്ങ് കടന്നു ചെന്നു എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കാൻ. ഇന്നത്തെ നേതാക്കന്മാർ AC വണ്ടിയിൽ സഞ്ചരിക്കുള്ളൂ. ഇന്നത്തെ നേതാക്കന്മാർ ഇങ്ങനെ നല്ല വാഹനത്തിലിരുന്നിട്ട് അണികളോട് പറയുന്ന നേതാക്കളാണ്. ഇതല്ല നമ്മളാദ്യം അതിൻ്റെ മുമ്പ് നിന്നിട്ട് കാണിച്ചു കൊടുക്കുക. നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് മക്കളുടെ മുമ്പിൽ നിന്നിട്ട് നന്മ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കാട്ടണം കേട്ടോ. പള്ളിയിലേക്ക് വാപ്പ മകനെ പിടിച്ചിട്ട് കൊണ്ടുപോകണം, ജമാഅത്തായിട്ട് ഉമ്മ മകളെ പിടിച്ചിട്ട് വീട്ടിൽ നിന്നിട്ട് നിസ്കരിക്കണം. അപ്പോഴാണ് നമ്മുടെ മക്കൾ എവിടെ ചെന്നാലും ആ ഒരു ശീലം ഉണ്ടാവും, അത് മറക്കൂല. നമ്മൾ ചെറുപ്പം മുതൽക്കേ നമ്മുടെ കുട്ടികളെ നമ്മൾ നല്ല രീതിക്ക് ഈ ജമാഅത്ത് ഉമ്മമാർ വീട്ടിൽ ജമാഅത്തായിട്ട് മക്കളെ കൂട്ടി നിസ്കരിക്കുക, പാപ്പന്മാർ മക്കളെ കൂട്ടിയിട്ട് കുട്ടികളെ കൂട്ടിയിട്ട് പള്ളിയിലേക്ക് പോവുക. നല്ല സ്വതക്ക നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മക്കളൊക്കെ കാണിച്ചു കൊടുക്കുക. നമ്മുടെ മക്കളെ കയ്യിലൊരു 10 രൂപ കൊടുത്തിട്ട്, മക്കളെ അവിടെ ഒരു മക്കാമുണ്ട്, ആ നേർച്ചപ്പെട്ടി കൊണ്ടിട്ട് 5 ഉറുപ്പിക ഇട്ടിട്ട് നിങ്ങൾ ദ്വാരക്കണം കേട്ടോ എന്ന് നമ്മുടെ മക്കളെ കൈ കൊടുത്തിട്ട് പറയാം. ഒരു പാവപ്പെട്ട ഒരാൾ വരുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ കയ്യിലേക്ക് പണം കൊടുത്തിട്ട് ഒരു 10 രൂപയോ എന്താ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച് കൊടുത്തിട്ട് നമ്മുടെ മക്കളോട് പറയാം, മോനെ ഇത് കൊണ്ടുപോയിട്ട് കൊടുക്കട്ടോ അയാൾക്ക് എന്ന് നമ്മൾ പറയാം. അപ്പം എന്താ ഉണ്ടാവുക? നമ്മുടെ മക്കൾക്ക് അതിനുള്ളൊരു ശീലം ഉണ്ടാകും. മക്കൾ അതേപോലെ തന്നെ നമ്മുടെ വാപ്പമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാപ്പ വീട്ടിൽ നിന്ന് വരികയാണ്, നമ്മൾ പുറത്ത് പോയിട്ട് വരികയാണ്, മക്കൾക്കും നമ്മുടെ ഭാര്യയ്ക്കും വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പലഹാരങ്ങൾ നല്ല കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വാപ്പ അല്ലെങ്കിൽ ഉമ്മ. നമ്മുടെ വീട്ടിലത്തെ കുട്ടികളെ നമ്മൾ വിളിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? നമ്മളിങ്ങനെ അതിനെ ഓലെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്നാക്ക്, ഇത് താത്താക്ക്, ഇത് കാക്കൂന്, ഇത് കാക്കൂൻ്റെ കുട്ടിക്ക് അല്ലേ, ഇത് അനുസത്തിക്ക്, ഇത് വല്യമ്മാക്ക്, ഇത് വല്യപ്പാക്ക്, ഇത് ഇപ്പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതിങ്ങനെ ഓരേക്കണത് കുട്ടികൾ കാണണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ചെറിയ കുട്ടീനെ പിടിച്ചിട്ട് പറയും, ഇത് വല്യമ്മാക്ക് കൊണ്ടേ കൊടുക്കുക, ഇത് വല്യപ്പാക്ക് കൊണ്ടേ കൊടുക്കുക, ഇത് കാക്കൂന് കൊണ്ടേ കൊടുക്കുക എന്നെന്ത് ചെയ്യണം? നമ്മുടെ ഈ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്തുണ്ടാകും? നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ വല്യപ്പാനോട് വല്ലാത്ത സ്നേഹം വരാൻ,
വല്യമ്മയോട് വല്ലാത്ത സ്നേഹം വരികയാണ്. വാപ്പ പറയണം ഇത് ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്ക്. ഉമ്മയോട് കുട്ടിക്ക് സ്നേഹം വരികയാണ്. ഉമ്മ പറയാണിത് വാപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കണേ പൊന്നുമോനെ അല്ലെങ്കിൽ പൊന്നുമോളെ. ഇതങ്ങ് പറയുമ്പോൾ ആ കുട്ടിക്ക് ഉപ്പയോടുള്ള വല്ലാത്തൊരു ആദരവ് ഉണ്ടാവുകയാണ്, സ്നേഹം ഉണ്ടാവുകയാണ് അല്ലേ. ഇന്ന് നമ്മളങ്ങനൊന്നും കാട്ടൂല, നമ്മളന്ന് അങ്ങനൊന്നും കാട്ടൂല. എന്നിട്ട് നമ്മൾ കുറച്ച് കുട്ടികളൊക്കെ വലുതായിട്ട് നമ്മൾ എന്താണ്, പഠിച്ചോനെ ഉസ്താദ് എൻ്റെ കുട്ടി ഞാൻ പറഞ്ഞത് കേൾക്കണില്ല, ഞാൻ പറഞ്ഞിടത്തോളം കിട്ടണില്ല, ഞാൻ പറഞ്ഞിടത്തോളം കിട്ടണില്ല. നമ്മൾ പരാതി പറയില്ലേ? എത്ര ആളുകളാണ് അങ്ങനെ വിളിക്കുന്നത്, എത്രയോ ആളുകളാണ് അങ്ങനത്തെ വിഷമങ്ങൾ പറയുന്നത്. ഇത് തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിക്കണേ. ചില വാപ്പാർ വീട്ടിൽ കയറി വരുമ്പോൾ ഭാര്യ പേടിക്കണം, മക്കൾ പേടിക്കണം, ഈ ഒരു ചിന്താഗതി ഇല്ല വാപ്പാരുണ്ട്. പാടില്ല, ചെയ്യാൻ പാടില്ല. ആ ഒരു ബോധം ഒരു വാപ്പാക്കുണ്ടാവാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് ഭാര്യ ഇങ്ങനെ പേടിച്ച് നിൽക്കുക ഭർത്താവിൻ്റെ മുമ്പിൽ, മക്കളിങ്ങനെ പേടിച്ച് നിൽക്കുക ഭാര്യൻ്റെ വാപ്പാൻ്റെ മുമ്പിൽ. ഉണ്ടാവാൻ പാടില്ല അത്. ഉണ്ടെങ്കിൽ ആ വാപ്പ മനസ്സിലാക്കണം, എൻ്റെ അടുത്ത് എന്തൊക്കെ മോശത്തരങ്ങളുണ്ട്, അത് ഹൈറല്ലാത്ത കാര്യം എൻ്റെ അടുത്തുണ്ട് എന്ന് ഓരോ ഉമ്മയും ബാപ്പയും സ്വന്തം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹിനെ കുറിച്ചിട്ടുള്ള ഒന്നാമത്തെ കാര്യം, റസൂലുള്ളാഹിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ബോധം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കലാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. മുത്തുനബിയെ സ്നേഹിക്കാൻ വേണ്ടി ആദ്യം പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. ആ റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലെ എല്ലാ ശൈലികളും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ മക്കൾക്ക് വേണ്ടി അതൊക്കെ നമ്മൾ ചെയ്തും കൊടുക്കണം. രണ്ടാമത്തെ കാര്യം അഹ്ലി ബൈത്തിഹി, ആ റസൂലുള്ളാഹിൻ്റെ കുടുംബക്കാർ അഹ്ലു ബൈത്തുണ്ടല്ലോ, ആ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ അഹ്ലുബൈത്തിൻ്റെ ആൾക്കാരില്ലേ, നമ്മുടെ നാട്ടിലെ സയ്യിദന്മാർ, ആ സയ്യിദന്മാരെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. തങ്കന്മാരെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. എത്ര വലിയ സയ്യിദ്, എത്ര വലിയ കുടുംബത്തിൽ പെട്ടവരെ, ചിലപ്പോൾ സാമ്പത്തികമായിട്ട് താഴ്ന്ന ആൾക്കാരേക്കരം ഓ സയ്യിദാണോ ഒന്നും പറയാൻ പാടില്ല. അള്ളാഹും അവരും വല്ലാത്തൊരു ബന്ധമുണ്ട്. അള്ളാഹുവേ പടച്ച റബ്ബേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അതുകൊണ്ട് അഹ്ലു ബൈത്തിനോടുള്ള ആദരവ് വെക്കണം, അത് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. മൂന്നാമത്തെ കാര്യം ഖിറാഅത്തുൽ ഖുർആൻ, മക്കൾക്ക് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്ക് ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമുക്ക് ഓതാൻ അറിയില്ല, നമ്മൾ ട്യൂഷൻ വെച്ചിട്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം, മദർസക്ക് വിടണം. മദർസയിൽ ഒരു ക്ലാസ്സിൽ 30, 20, 30, 35 കുട്ടികളുണ്ടാകും. ഈ 35, 20 കുട്ടികളെ നോക്കുന്നത് ഒരൊറ്റ ഉസ്താദാണ്. നിങ്ങളെ മുമ്പിൽ 1, 2 കുട്ടികളുണ്ടാവുള്ളൂ. മനസ്സിലായോ? നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങളെ മുമ്പിൽ 1, 2 കുട്ടികളെ ഉണ്ടാവുള്ളൂ. ഈ 35 കുട്ടികളെ നോക്കണത് ഒരു ഉസ്താദ്. നിങ്ങളെ മുമ്പിൽ ഒരു കുട്ടി ഉണ്ടാകും, ആ കുട്ടീനെ നോക്കാൻ നിങ്ങൾക്ക് കഴിയൂല. പല രക്ഷിതാക്കളെ അവസ്ഥ അതാണ്. അല്ലാഹുവേ പടച്ചോനെ, നീ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കൾക്ക് എന്തെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. അല്ലാഹുവേ, അല്ലാന്നുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാനില്ല, യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് നാളെ ഉപകാരപ്പെടാതെ നിങ്ങൾക്ക് മുമ്പിൽ കടന്നു വരുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. അത് വേണോ? നമ്മുടെ മക്കൾ നാളെ നമ്മൾ ആ മഹ്ശറിൽ നമ്മുടെ നെഞ്ചത്ത് കയറിയിട്ട് ഒരു ചൂട് ശമിക്കുന്നൊരവസ്ഥ നമുക്ക് വേണ്ട. നമ്മൾ ആഗ്രഹിക്കണില്ലല്ലോ. എന്നാൽ നമ്മളെ കുട്ടികളെ നമ്മൾ നല്ലോണം നോക്കണം, നമ്മുടെ ദീനിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കണം, നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം.
ജീവിതത്തിൽ സന്തോഷമുള്ള മാർഗങ്ങൾ അവർക്ക് കൊടുക്കണം. അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. നമ്മളെ അല്ലാഹു തആല അമാനത്തായിട്ട് ഏൽപ്പിച്ച വലിയൊരു മുതലാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. ഈ 3 കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ ഒരിക്കലും വഴിപിഴക്കൂല. ഏതാണ് ആ 3 കാര്യം? 1, മുത്ത് റസൂലുള്ളാഹിനെ സ്നേഹിക്കുക. 2, അഹ്ലുൽ ബൈത്ത് ആരൊക്കെ ഉണ്ടോ അവരൊക്കെ സ്നേഹിക്കുക. 3, ഖുർആൻ പഠിപ്പിച്ചെടുക്കുക, ഓതാൻ പഠിപ്പിച്ചെടുക്കുക. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിച്ചെടുക്കുക. നിങ്ങൾ ഹാഫിളാക്കാൻ ഹിഫ്ദോളജി കൊണ്ടുപോയി ചേർത്തോളയും. നല്ലൊരു ഹാഫിളായിട്ട് നിങ്ങളെ കുട്ടികൾ വരട്ടെ, നിങ്ങളെ പേരക്കുട്ടികൾ വരട്ടെ. നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിൻ്റെ ചാരത്ത് വന്നിട്ട് ഒരു യാസീൻ ഓതാൻ നമ്മുടെ മക്കൾ വേണ്ടേ? നമ്മളെപ്പോഴാണ് അറിയോ നമ്മൾ പരാജയപ്പെടുമ്പോഴറിയോ? നമ്മളിങ്ങനെ മരിച്ചിട്ട് നമ്മൾ ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു സാധനം അതിൻ്റെ ഉള്ളിലേക്ക് ഒരാൾ എത്തിച്ച് തരുന്നില്ല. ഒരു റൂമിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ കുത്തിരിക്കുമ്പോൾ കൊറോണക്കാലം വന്നില്ലേ, കുറേ ആൾക്കാർ ക്വാറൻറ്റൈനിലായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു, ഒരു മനുഷ്യനൊന്നും കൊണ്ടുവന്നിട്ടില്ല. എന്താ നമ്മൾ കാട്ടുക? എന്ന പോലെ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവരുടെ ബന്ധുക്കളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അവനക്ക് ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നിരവധി ഹദീസുകൾ നമുക്ക് തെളിവുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ഖബറിൽ നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കളെ നമ്മൾ നല്ലവണ്ണം നോക്കിയിട്ടുണ്ടെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് ജാരിയായ സ്വതക്കയാണ്, ജാരിയായിട്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറയുന്നത്. അവരെ നന്മ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് ആ നന്മ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വരിക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹു തആല ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ ഒരിക്കലും നമ്മൾ പരാജയപ്പെടില്ല. ഇനി ഈ 3 കാര്യങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങളെ മക്കളെ കിട്ടണ്ടേ? നിങ്ങൾക്ക് അല്ലേ കിട്ടണ്ടേ? ഇതാ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ബറക്കത്ത് വേണം, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് വേണം. ഭാര്യ നമ്മൾ പറഞ്ഞതനുസരിക്കണം, മക്കൾ പറഞ്ഞതനുസരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ പ്രാർത്ഥന അറിയാത്തവർ ആരും തന്നെ ഇല്ല. എല്ലാവർക്കും വിശുദ്ധ ഖുർആനിലെ ഈ പ്രാർത്ഥന അറിയുന്നതാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ പ്രാർത്ഥന നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ അല്ലേ, ഓലൊക്കെ കൺകുളിർമയുള്ളതാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമല്ലോ. എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് പറയണം, അള്ളാഹിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലേ, പിന്നെ സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് ആയത്തിനെ കാണാം. 74-ാമത്തെ ആയത്തായിട്ട് നമുക്ക് സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് എന്ത് ചെയ്യും? ആ ആയത്തിനെ നമുക്ക് കാണാൻ കഴിയും. കഴിയുന്ന ആളുകളൊക്കെ ആയത്ത് ഓതണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ആയത്ത് നമ്മൾ പതിവാക്കണം. എന്നിട്ട് നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളെ കരങ്ങൾ ഉയർത്തിയിട്ട്, എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കിത് ദുആ ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ഒരാളും തന്നെ ഈ പരിശുദ്ധമായ ആയത്തിനെ ഒഴിവാക്കരുത്. എന്നാൽ നമ്മുടെ മക്കൾ അൽഹംദുലില്ലാഹ് നമ്മുടെ വഴിയെ നമുക്ക് ലഭിക്കുന്നതാണ്.
നമ്മുടെ ഭാര്യ നമ്മൾ പറഞ്ഞതുപോലെ നിൽക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭർത്താവ് നമ്മൾ പറയുന്നത് പോലെ നിൽക്കുന്നതാണ്. കുടുംബജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകുന്നതാണ്. കുടുംബജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പടച്ചോനെ, ഞങ്ങളുടെ ഇണകളിൽ അല്ലേ അള്ളാഹുവേ, സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ കണ്ണിന് കുളിർമ പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ നീ മുത്തഖീങ്ങളിലാക്കുകയും ചെയ്യണമേ അല്ലാഹ്. മുത്തഖീങ്ങളായ നേതൃത്വങ്ങളാക്കണേ അല്ലാഹ് എന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാം. അങ്ങനെ പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്താൽ, എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ ഈ ആയത്ത് നമ്മൾ ഓതിയാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നിങ്ങൾക്ക് നന്മ ലഭിക്കുന്നതാണ്. ആർക്കാ നന്മ ലഭിക്കാൻ ആഗ്രഹമില്ലാത്തത്? എല്ലാവരും പറഞ്ഞ കാര്യം എന്താ ഉസ്താദേ? ജീവിതത്തിൽ നന്മ വേണം, നല്ലത് വേണം, നല്ലത് പറയണം, കുടുംബത്തിൽ ബർക്കത്ത് വേണം അല്ലേ? എന്നാൽ പ്രാർത്ഥിച്ചോളി. ഈ 4 കാര്യം ശ്രദ്ധിക്കുക. ഒന്നെന്താണ്? ഒന്ന്, മുത്തുനബിയെ നമ്മുടെ മക്കൾക്ക് ആദ്യം നമ്മൾ നന്നാവുക അല്ലേ? നമ്മൾ തൊഹൂറായ വെള്ളം പോലെ ആകുക. നമ്മൾ സ്വയം നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കുക അല്ലേ? നമ്മൾ ആദ്യം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികളോട് പഠിപ്പിച്ചെടുക്കുക. ഒന്ന് റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു. ആ റസൂലുള്ള പറഞ്ഞതിലും കേട്ടതിലും, റസൂലുള്ള നമ്മോട് കൽപ്പിച്ചതിലും, മൗനാനുവാദത്തിലും, അവിടുത്തെ റസൂലുള്ള എങ്ങനെയാണ് ആ രീതിക്കൊക്കെ നമ്മളാവുക എന്നുള്ളതാണ്. അതേപോലെ ആവുക. പിന്നെയോ വഹുബ് അഹ്ലി ബൈത്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. മൂന്നാമത്തെ ഖിറാഅത്തുൽ ഖുർആൻ ഓതാൻ വേണ്ടി പഠിപ്പിച്ചെടുക്കുക അല്ലേ? 4-ാമത്തെ ദുആയിരുന്നു റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹു തആല